പശ്ചിമേഷ്യൻ സംഘർഷം വലിയ രീതിയിൽ എസ്കലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് കേംബ്രിഡ്ജ് മുൻ മേയറായ അഡ്വക്കേറ്റ് ബൈജു തിട്ടാലയാണ്. നമസ്കാരം സർ. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അതെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പല GCC രാജ്യങ്ങളിലെയും അമേരിക്കൻ എയർബേസുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. ഇപ്പോൾ വലിയ തിരിച്ചടി, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം ഇപ്പോൾ ഒമാനിലെ ഒരു തുറമുഖത്തും ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതൊരു വലിയ യുദ്ധത്തിലേക്ക്, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത്? It's too early to comment whether നമ്മൾ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുവോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇറ്റ്സ് ടു ഏർലി. ഇത് അൺപ്രഡിക്റ്റബിൾ ആൻഡ് മിനിറ്റ് സെക്കൻഡ്സ് ബൈ സെക്കൻഡ്സ് സിറ്റുവേഷൻസ് ആർ ഗെറ്റിംഗ് ഡിറ്റീരിയറേറ്റഡ്. സോ എവിടെ ഇത് ചെന്ന് ലാൻഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഈവൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ, ഈവൻ ഇപ്പോൾ ഞാൻ ബ്രിട്ടനിലെ ഡിഫൻസ് മിനിസ്റ്ററുടെ ഇന്റർവ്യൂ കാണുമായിരുന്നു. അതില് ജോൺ ഹെയ്ലി പുള്ളി പോലും പറയുന്നത് നമുക്ക് വി കാനോട്ട് പ്രെഡിക്റ്റ് എനിത്തിങ്. അതായത് ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രശ്നം, ഈ ട്രംപ് പറയുന്നത് റെജീം ചേഞ്ച് ആണ്. ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ അതത്ര ഈസിയായി നടക്കുമെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അവിടെ അതിനുള്ള ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ടോ? അവിടെ ഒരു ഗ്രൗണ്ട്, ഒരു റെജീം ചേഞ്ച് ഉണ്ടാവുകയും അതുവഴി വിഷയം സെറ്റിൽ ആകുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാം. പക്ഷെ അതിന് ഇറാൻ എക്വിപ്ഡ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. ഇറാനെ എക്വിപ്ഡ് ആക്കാൻ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രികൾക്കോ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ഇതില് ഇപ്പം ട്രംപ് പറയുന്നത് നിങ്ങൾ യു ടേക്ക് ഓവർ. അവർ ചോദിക്കുന്നത്, ഇപ്പൊ എന്റെ ഒരു സംശയം, ഇപ്പോ അവിടെയുള്ള ആളുകളോട് പറയാണ് നിങ്ങൾ ആയുധം താഴെ വെക്കുക, നിങ്ങൾ നേരെ കയറി ഓഫീസിൽ കയറി ഭരിച്ചോളാൻ പറഞ്ഞാൽ അത്രയ്ക്ക് ഈസി ആണോ ഈ സംഭവം? അല്ല. അപ്പോ ഇതിപ്പോ ലിറ്ററലി എന്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, ഇസ്രായേൽ വാണ്ട് ടു ഫിനിഷ്. ഇസ്രായേലിന് ഈ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ. ഇസ്രായേൽ ആണ് ഇതിന്റെ ട്രിഗറിങ് ഫോഴ്സ്. അല്ലെ ഞാൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് വിയന്നയില് ഇവർ തമ്മിലുള്ള നെഗോഷിയേഷൻ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർന്നിട്ടില്ല. ലാസ്റ്റ് ഫ്രൈഡേയിൽ ഞാൻ കണ്ട ന്യൂസിൽ, അതായത് ഇറ്റ് ഇസ് ഇൻ എ വെരി പ്രോഗ്രസീവ് സ്റ്റേജ് ആൻഡ് ദെൻ ദേ വർ ഗോയിങ് ടു റെസ്യൂം ടോക്സ് ഓൺ നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിൽക്കുന്ന ഒരു അവസരത്തിൽ എന്തിനാണ് കയറി അടിച്ചത്? അതടിച്ചത് കൃത്യമായും ഈ വിഷയങ്ങൾ പീസ്ഫുൾ ആയ ഒരു സെറ്റിൽമെന്റിലൂടെയോ പീസ്ഫുൾ ആയ ഒരു നെഗോഷിയേഷനിലൂടെയോ വിഷയം സെറ്റിൽ ആവണ്ട എന്നുള്ള ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ഡിറ്റർമിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാനിത് അടിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം എന്നോട് വിളിച്ചു പറഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചില്ല. നെഗോഷിയേഷൻസ് ആർ പ്രോഗ്രസിങ് ആൻഡ് ഇൻ എ പ്രോഗ്രസീവ് വേ ഇറ്റ് ഈസ് പ്രോഗ്രസിങ്. സോ വൈ വുഡ് ദേ അറ്റാക്ക്? സോ പിന്നെ അധിക കാലം ഇത് നീണ്ടുപോയാൽ ഇപ്പൊ മിഡ് ടേം ഇലക്ഷൻ എന്ന് പറയാൻ പോകുന്നു അമേരിക്കയിൽ, ഹൗ ഇറ്റ് വിൽ ഇമ്പാക്ട് ഓൺ ട്രംപ്. ട്രംപ് ഇതിനെ നിസ്സാരവലിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇത് വളരെ നിസ്സാര ഒരു കാര്യമാണോ എന്ന് പറയുന്ന പോലെ അത്ര നിസ്സാരമാണോ ഈ ക്രൈസിസ് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. അതായത് ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ബ്രിട്ടൻ ഒരു കാരണവശാൽ ബ്രിട്ടൻ മേഡ് ഇറ്റ് വെരി ക്ലിയർ വി ആർ നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. അതുപോലെ ഇതിന്റെ ലീഗാലിറ്റിയാണ് ഏറ്റവും. ടോക്ക് നടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തേക്ക് ആക്രമിക്കാൻ പറ്റുന്നത്? ഇത് ഇന്റർനാഷണൽ നിയമങ്ങളുടെ ഗ്രേവ് വയലേഷൻ ആണെന്നുള്ള കാര്യത്തിൽ ഒരു മോഡേൺ മീഡിയയ്ക്കോ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി സംശയമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. എത്ര പെട്ടെന്ന് യാതൊരുവിധ ഒരു പ്രൊവോക്കേഷനോ ഒരു പക്ഷേ നമ്മുടെ ഇതൊരു LTT മോഡൽ ഓപ്പറേഷൻ പോലെ എനിക്ക് തോന്നി. LTT പീസ്ഫുൾ നെഗോഷിയേഷൻ ആണെന്ന് പറഞ്ഞിട്ട് LTT ചെയ്യുന്നുണ്ട്. ആ പീസ്ഫുൾ നെഗോഷിയേഷൻ നടക്കുമ്പോഴത്തേക്കും ഈ മൊബിലൈസ് ആർമമെന്റ്സ്, എന്നിട്ട് അത് പൊളിച്ചിട്ട് ഫൈറ്റിംഗ് നടന്നു. പക്ഷെ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അതേ മോഡൽ ഓപ്പറേഷൻ. വൺ സൈഡ് യു ആർ പുട്ടിങ് പീപ്പിൾ ഓഫ് ദ ബിലീഫ് ഓർ ദ വ്യൂ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതേ സമയത്ത് അവർക്ക് അറ്റാക്ക് ചെയ്യാണ്. ഒരു പക്ഷേ ഈ അൽ ഖുമൈനി മരിക്കാനുള്ള ഒരു കാരണം ഒരു പക്ഷെ അതായിരിക്കാം. അതായത് അവർ ഇതിനെ വളരെ ലൈറ്റ് ആയിട്ട് എടുത്തത്. കാരണം ഒക്കെ നെഗോഷിയേഷൻസ് നടക്കുകയാണല്ലോ. സോ അതെ വൺസ് അതെ വി അതെ. ഹാവ് എ നെഗോഷിയേഷൻ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഹി മൈറ്റ് ഹാവ് വെന്റ് ടു ദി ഓഫീസ്. അതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇവരിത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നും റിട്ടാലിയേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കെന്നല്ല, ഞാനിപ്പോ ഇന്ന് നേരം എടുത്തപ്പോൾ പല റിപ്പോർട്ടേഴ്സിനെയും റിപ്പോർട്ടിങ് കാണുമായിരുന്നു. ഒരു എസ്പെഷ്യലി ഈ ആർമി റിട്ടയർഡ് പ്രൊഫഷണൽസിന്റെ ഒക്കെ ഇത് ഇന്റർവ്യൂ കാണുമായിരുന്നു. അതില് എന്റെ ഒരു റീഡിങ്, ഇറ്റ് വിൽ നോട്ട് എൻഡ് സൂൺ. അതാണ് എന്റെ റീഡിങ്. തീർച്ചയായും അതെ. അപ്പോൾ ഈ ഇറാന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇറാൻ ഉറപ്പായും തിരിച്ചടിക്കും, മിസൈലുകൾ വർഷിക്കും, ആണവായുധം ഉപയോഗിക്കുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കെ തന്നെ വലിയൊരു തിരിച്ചടി ഉണ്ടാകും. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്, ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെ ഒറ്റപ്പെടുത്തുന്ന ഒരു തരത്തിലേക്കും കാര്യങ്ങൾ പോകുന്നില്ലേ? തീർച്ചയായും അതേ. പക്ഷേ അതിലുണ്ടല്ലോ, അത് നമുക്കത് എത്ര കണ്ട് അതുപോലെ ടേക്ക് അപ്പ് ചെയ്യാം, അതിന് നമുക്ക് എത്ര കണ്ട് അതിനെ നമുക്ക് നമുക്കത് എങ്ങനെ അങ്ങ് അവരാ പറയുന്ന രീതിയിൽ തന്നെ ഇറാനിൽ മാത്രമായി ബാക്കി എല്ലാ മിഡിൽ ഈസ്റ്റേൺ സ്റ്റേറ്റുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം ഈ 12 days വാറിൽ ഇറാൻ ഈ ഖത്തറിലെ അമേരിക്കൻ എയർബേസിൽ അടിക്കുമ്പോൾ ഒരു 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 റൂമർ ഉണ്ടായിരുന്നു ഓൺ എയർ. അതായത് ഖത്തറിനെ അറിയിച്ചിരുന്നു ഇറാൻ അവിടുത്തെ അമേരിക്കൻ എയർബേസ് അടിക്കാൻ പോവാണെന്ന് ഖത്തറിനെ അറിയിച്ചിരുന്നു എന്നുള്ളൊരു റൂമർ അന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എല്ലാം ഈ അമേരിക്കൻ എയർബേസിലാണ്, അമേരിക്കൻ ബേസിലാണ് അടിച്ചിരിക്കുന്നത്. അവിടെ ഒരു പക്ഷേ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ടാവാം, മറ്റേ സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവർ ടാർഗറ്റ് ചെയ്തിരുന്നു. ഒമാനിൽ ഒരു സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രവാസി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ അൺഇൻറ്റൻഷണൽ ആവാം. കാരണം അതായിരുന്നില്ല, അവരുടെ ഇന്റൻഷൻ ആയിരിക്കും യാതൊരു സാധ്യതയും കാണുന്നില്ല. അപ്പോ ഈ അങ്ങനെ വന്നാൽ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റയ്ക്കായി നിന്നുകൊണ്ട് ഇറാനെ അടിക്കുമോ എന്നുള്ള ചോദിച്ചാൽ അത് വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. എന്റെ ഒരു റീഡിങ് അത് സാധ്യത കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ഇപ്പോൾ വിയന്നയിലെ സമാധാന ചർച്ചയെപ്പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിലെല്ലാം തന്നെ അവർ ആവശ്യപ്പെടുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയം അവർക്ക് കീഴടക്കണം, അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്തേക്ക് മാറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഭയക്കുന്നത് ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആണവായുധം തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ഇറാൻ പണ്ട് നമ്മുടെ ലോകത്തുണ്ടായതുപോലെ തന്നെ അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ആണവായുധം പ്രയോഗിക്കുന്ന നീക്കത്തിലേക്ക് പോകുമോ? ഇല്ല, അത് വളരെ സ്കേറിയായി നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും വളരെ ഫൈറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതായത് അതിലേക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ദേ വിൽ റിട്ടാലിയേറ്റ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അതായത് ഈ ഓവർനൈറ്റിൽ റെജീം ചേഞ്ച് ആയ ചരിത്രമൊന്നും ലോകത്തിൽ എങ്ങുമില്ല. പിന്നെ രണ്ട്, ഈ അമേരിക്ക പറയുന്ന റെജീം ചേഞ്ച് എവിടെയാണ്? വേർ ഡിഡ് ദേ ഡു ദ റെജീം ചേഞ്ച്? അഫ്ഗാനിസ്ഥാനിൽ പോയി. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ ശരിയാക്കി തന്നെന്നാണ് പറഞ്ഞു പോയത്. അവിടെ ഒരു വളരെ സൊസൈറ്റി കമ്മ്യൂണിറ്റി അവർ കമ്മ്യൂണിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും കമ്മ്യൂണിറ്റി ഹാസ് ബീൻ ഡിസ്ട്രോയിഡ്. അത് തന്നെ ഇപ്പം ഇറാഖിൽ പോയി. ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. അത് ഇപ്പൊ പിടിച്ചോണ്ടാന്ന് പറഞ്ഞു പോയിട്ട് റെജീം ചേഞ്ച് ആണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇറാഖിൽ സംഭവിച്ചത്? ഇറാഖിൽ ഈ പ്രശ്നം റെജീം ചേഞ്ച് അത്ര ഈസിയായി ഉണ്ടായതില്ല എന്നുള്ളത് മാത്രമല്ല, അതിൽ വന്ന ബ്ലഡ് ഷിറ്റുകൾ ഭയങ്കരമാണ്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെല്ലാം, ഇപ്പൊ സിറിയ, ലിബിയ. അപ്പൊ ഇവിടെയൊക്കെ ഇവർ ഓടി അങ്ങ് ചെന്ന് ഇപ്പൊ ഞങ്ങൾ ഇത് ശരിയാക്കി തന്നേക്കാം എന്ന് പറയുമ്പോൾ അതിനായി നമുക്ക് വി കാൻറ്റ് സീ ഇറ്റ് ഹാഡ് ഹാപ്പൻഡ് എനിവേ. എല്ലായിടത്തും കയോസായി തിരിച്ചു വരുന്നതല്ലാതെ, അവിടെ ബ്ലഡ് ഷിറ്റ് മനുഷ്യ കുരുതി നടക്കുന്നതല്ലാതെ ഇതിനൊരു എൻഡ് ഉണ്ടാവുന്നില്ല. ഇപ്പോ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇറാനില് റെജീം ചേഞ്ച് ആണെങ്കിൽ ഹൂ വിൽ ടേക്ക് ദ ലീഡ്? അവിടെയുള്ള അമേരിക്കയിലുള്ള ഷാ? No, I don't think he's capable. He has that kind of a momentum in Iran.
അപ്പോൾ ഇതിനൊരു പുതിയ നീണ്ടുണ്ടായി വരികയും അതുവഴി ആ റെജീം ചേഞ്ച് ചെയ്യുകയും വേണം. 47 വർഷത്തോളവും ഈ റെജീമിന്റെ അണ്ടറിലായിരുന്നു. അത് ഓവർനൈറ്റ്ലി ആ റെജീം പെട്ടെന്ന് മാറിപ്പോകുമെന്ന് ചിന്തിക്കുന്നത് എത്ര കണ്ട് ഇല്ലോജിക്കലാണെന്ന് എനിക്കറിയാൻ പറ്റാത്ത. ഹൗ ദിസ് ഈസ് പ്രാക്ടിക്കലി പോസിബിൾ? ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഇന്ത്യയിലെ തന്നെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് എത്ര വർഷങ്ങൾ കിടന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് റെജീം ചേഞ്ച് മാറിപ്പോയത്. അതിൽ നമ്മൾ വി വർ ഫുള്ളി എക്വിപ്ഡ്. നമുക്കത് നമ്മുടെ നേതാക്കന്മാരുണ്ടായിരുന്നു, ഗാന്ധി, നെഹ്റു, പട്ടേൽ, യു നെയിം ഇറ്റ്. ഇപ്പൊ അങ്ങനെയുള്ള അതിനെ എക്വിപ്പ് ചെയ്യാൻ, അതിനെ ടേക്ക് ഓൺ ചെയ്യാൻ, ആ റെജീം ചേഞ്ച് ചെയ്താൽ അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ ഗവേൺ ചെയ്യാൻ പറ്റിയ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. വി കാൺ സീ ദാറ്റ് ഇൻ ഇറാൻ. പിന്നെ ട്രംപ് എന്താണ് ട്രംപ് ചുമ്മാ ഞാൻ ഏതോ ഒരു ചർച്ചയിൽ പറഞ്ഞു പറയാം, ക്ലാസിക് മലയാള പറയുന്നെങ്കിൽ പോലും ഈ നമ്മുടെ ഈ കാള പിഞ്ഞാണിക്കടെ കയറും പോലെ ചുമ്മാ അവിടെ ഇവിടെ ചുമ്മാ ട്രംപ് തെരുവ് കൂട്ടുന്നു, ഗ്രീൻലാൻഡ് പിടിക്കണം എന്ന് പറയുന്നു. പിന്നെ അവിടെ നമ്മുടെ വെനസ്വേലയില് ചുമ്മാ കയറി പിടിച്ചോണ്ടെങ്കിൽ പോലെയായിരുന്നു. അങ്ങനെയൊക്കെ എങ്ങനെയാണ് ലോകരാജ്യങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ? നമ്മൾ പഴയ പറയുന്ന ഒരു എന്താ പറയുന്നത്, പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന ഏതാണ്ട് ഈ രാജഭരണങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പോലെ ഒരു അക്രമത്തിലൂടെ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക, അതായത് ഒരു റൂൾ ഓഫ് ലോ, ഇന്റർനാഷണൽ റൂൾ ഓഫ് ലോയ്ക്ക് യാതൊരു വിലയുമില്ലാതെ ഇദ്ദേഹത്തിന് തോന്നിവാസം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ അമേരിക്ക, പിന്നെ ഇതിൽ മറ്റ് യുദ്ധങ്ങളും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുമോ? ഈ നമ്മുടെ ഈ ഇറാഖ് ഇൻവേഷനിലേക്ക് ഏതാണ്ട് 80% ഓഫ് പോപ്പുലേഷൻ വിത്ത് ദി അഡ്മിനിസ്ട്രേഷൻ ദെൻ, അന്നത്തെ കാലത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നത് 80% ട്രംപിന് എതിരാണെന്നുള്ളതാണ് ഈ ഇൻവേഷൻ. ഇത് ഇൻവേഷൻ ആണല്ലോ ശരി, ഇത് വാർ. ഇത് മിലിറ്ററി ഓപ്പറേഷൻ ഒന്നുമല്ല. ദിസ് ഇസ് എ വാർ ബിറ്റ്വീൻ ടു കൺട്രീസ്. അതെ. അപ്പോൾ ഇറാന്റെ ഉള്ളിൽ ഒരു ആഭ്യന്തര കലഹം നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ഗവൺമെന്റും തമ്മിലും അതുപോലെ തന്നെ പരമോന്നത നേതാവിനെതിരെയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റുകൾ നടന്നിരുന്നു. ഇപ്പോൾ ഖമേനി കൊല്ലപ്പെട്ടതിൽ സന്തോഷിക്കുന്ന സ്ത്രീകളും ഇറാനിലുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ പുണ്യമാസത്തിൽ നടന്ന ഈ യുദ്ധത്തിൽ എത്രത്തോളം ഈ ആഭ്യന്തര കലഹം ഇറാനെ ബാധിക്കാൻ സാധ്യതയുണ്ട്? അതാണ് ഇതിൽ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് തന്നെയാണ്. റെജീം ചേഞ്ചിന് രാജ്യം എക്വിപ്ഡ് ആണെന്നുള്ളതാണ് ചോദ്യം. ഇത് ബ്ലഡ് ഷെഡുകളിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടെ ഗുരുതരമായ ആഭ്യന്തര പ്രശ്നമാകും. ഇത് കൃത്യമായി ഓയിൽ എടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം. ഈ ഓയിൽ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവര് കംപ്ലീറ്റ് ഈ ഓയിൽ അവർ കംപ്ലീറ്റ് അവിടുന്ന് ബ്ലോക്ക് ചെയ്യും. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ മൊത്തത്തിൽ ഓയിലിന്റെ വില കൂടും. കംപ്ലീറ്റ് അരാജകത്വം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പൊ അവിടുത്തെ അവിടുത്തെ ഡൊമസ്റ്റിക് സിറ്റുവേഷൻ നമ്മൾ ചിന്തിക്കുന്നതിലും ഗുരുതരമാണ്. നമ്മളിപ്പോ തന്നെ കാണുന്നില്ലേ എത്ര നമ്മൾ ഈ മീഡിയ മാത്രം കണ്ടാൽ മതി, അവിടുത്തെ അതായത് മോൺ ചെയ്യുന്നവരും ഉണ്ട്, സന്തോഷിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഇത് കൊണ്ടുപോകാൻ പോകുന്ന ഒരു വലിയ അപകടകരമായ അവസ്ഥയിലേക്കാണ്. അതിനർത്ഥം അവിടെ റെജീം ചേഞ്ചിന് ആ രാജ്യം എക്വിപ്ഡ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. അത് 47 വർഷത്തോളവും അത്രയ്ക്ക് ഡീപ്പ് റൂട്ടിലുള്ളതാണ്. അവിടെ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രൊട്ടസ്റ്റുകളും റിബല്യസ് ആയി അടിച്ചൊതുക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവർ ചെയ്യുന്നത് നല്ലതൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അവർ കാണിക്കുന്നതിനെ നമ്മൾ അത് വീണ്ടും ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുകയും അതുവഴി ഇത് ആളിക്കത്തുകയും ലോകം മുഴുവൻ ഈ ഒരു സിറ്റുവേഷൻ വ്യാപിക്കാനുമാണ് സാധ്യത. അതിനെ കൃത്യമായി നെഗോഷിയേഷനിലൂടെ സെറ്റ് ചെയ്യാമായിരുന്ന ഒരു പ്രശ്നമാണ് ഇതെന്നുള്ളതാണ് എൻ്റെ റീഡിങ്. അത് സെറ്റിലായി പോയേക്കാൻ സാധ്യതയുണ്ട് മനസ്സിലായപ്പോൾ ഈ ഇസ്രായേൽ കയറി അടിച്ചതാണ് അമേരിക്കയുടെ എല്ലാ പിന്തുണയോടും കൂടി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക റൂൾ ചെയ്യുന്നത് ട്രംപ് അല്ല, നെതന്യാഹുവാണ്. അപ്പം പുള്ളി അതായത് ഇവരെ അങ്ങ് ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. അതെ. അപ്പോൾ എന്ത് തന്നെയായാലും എന്ത് കാരണത്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ തന്നെയും ഇരു രാജ്യങ്ങൾ തമ്മിൽ ആക്രമണം അഴിച്ചുവിടുന്നത്, ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. രാജ്യ അതിർത്തികൾ നിർമ്മിക്കുന്നത് ലോക നേതാക്കളാണെങ്കിൽ പോലും അതിൽ മരിച്ചു വീഴുന്നത് സാധാരണ മനുഷ്യർ തന്നെയാണ്. എന്തായാലും യുദ്ധം നടക്കാതിരിക്കുക, സാധാരണപ്പെട്ട മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീഴാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.